യൂഷ്വലി ഫോറിൻ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും അവർ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനേക്കാൾ ബെറ്റർ ആയിരിക്കണം. പക്ഷേ ചിലതൊക്കെ ഫസ്റ്റ് ടച്ച് കണ്ടാൽ ഓപ്പോണന്റ് ഒരു ഫ്രീ പാസ് ആണ്. ആകെ കണ്ടൊരു പോസിറ്റീവ് മാത്യാസ് മിഡ്ഫീൽഡിൽ കളിച്ചതാണ്. ബികാഷിന് പരിക്ക് പറ്റിയതോടെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോച്ചിന് ഇപ്പോഴും നമ്മുടെ ബെസ്റ്റ് 11 ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആളാണെങ്കിൽ സീസണെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ പറയും ഇത്തവണ വേറെ ചലഞ്ചാണ്, വേറെ ഒബ്ജക്റ്റീവാണ്, മറ്റൊരു സീസൺ ആയിരുന്നെങ്കിൽ നമ്മൾ ടോപ്പ് ഫിനിഷിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കാൻ വരുന്നത്. പക്ഷേ സീസൺ അവസാനിക്കുമ്പോൾ ആൾക്ക് ഇവിടെ കസേര ഉണ്ടാവും എന്നുള്ള കാര്യം കണ്ടറിയണം. തൽക്കാലമുള്ള ഒരു ആശ്വാസം മുഹമ്മദ് അൻസ് ലീഗ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സേഫാണ്. പക്ഷേ റെലഗേഷൻ നമ്മൾ സേഫ് ആണെങ്കിൽ അവരെ തോപ്പിക്കണം. അതൊക്കെ നടക്കുമെന്നുള്ള കാര്യം കണ്ടറിയണം. എടാ ഇതൊക്കെ ഇനി സ്ക്രിപ്റ്റ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. എല്ലാം കഴിഞ്ഞു എന്ന് തോന്നിപ്പിച്ചിട്ട് അവസാനം ഒരു കംബാക്ക് വല്ലതാണ് ഇവന്മാർ പ്ലാൻ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എനിവേയ്സ്, നമ്മളൊരു മോശം ടീം മാത്രമായിരുന്നില്ല, നമ്മളൊരു അൺലക്കി ടീം കൂടിയായിരുന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അവരുടെ ഡിഫ്ലക്റ്റഡ് ഷോട്ട് കൃത്യമായിട്ട് ഗോളാകുകയും നമ്മളടിക്കുന്നത് ക്രോസ് ബാറിലും മറ്റുമൊക്കെ തട്ടി പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് സീസണിലെ ആദ്യ 4 മത്സരങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു റെക്കോർഡാണ്. യാ